പ്രമേയത്തെ പ്രതികൂലിക്കുന്നവർ കൈ ഉയർത്തുക. അയ്യോ, നിനക്കത് ചിരി വരില്ല? ചിരി ഒന്ന് ഓഫ് ചെയ്തേട്ടാ. അത് എന്താ നിനക്ക്? അത് തന്നെ ഞാൻ ചോദിക്കണ ഏട്ടന് എന്താണ് ഈ ഡീലക്സ് റൂമൊക്കെ എടുക്കേണ്ട ആവശ്യം എന്താ? എന്താ പ്രശ്നം? നമ്മൾ ആശുപത്രിയിൽ വന്നതല്ലേ? അതെ, ആശുപത്രിയിൽ വന്നിട്ട് ഈ AC TV ഒക്കെ എന്തിനാന്ന്? നീ പറയണത് നമ്മളവിടെ വാർഡിൽ കിടന്നിട്ട് കൊതുകടി കൊള്ളണമെന്നാണ്. ഏട്ടനൊരു വയറുവേനല്ലേ വന്നേ? ആ വയറുവേന. അതിന് വാർഡിൽ കിടന്നാ പോരായിരുന്നോ? നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കല്ലേ. ഇതിനാ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇപ്പൊ വയറുവേന മാറിയാ? ഇപ്പൊ വയറുവേദന മാറി. എന്നാ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോരായിട്ടില്ല, വേറെ കുറച്ച് ടെസ്റ്റുകളും കൂടെ ചെയ്യാണ്ട്. എന്തിന്? അതിന്റെ ആവശ്യമുണ്ടെന്ന്. എന്തെന്നാണ്? ഞാൻ ആ PROനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ വരട്ടെ. അയാൾ വരുമ്പോ ഒന്ന് ചോദിക്കും, ഇവിടെ തലയ്ക്ക് സുഖമില്ലാത്തവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടോ? അങ്ങനെയാണ്. വരൂ സാറേ, വരൂ. നമസ്കാരം. നമസ്കാരം. എന്താ കാണണമെന്ന് പറഞ്ഞു? വല്ല അസൗകര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, ഒരാ സൗകര്യമില്ല. കംപ്ലൈൻസ് ഒന്നുമില്ല, സുഖാണ് ഇവിടെ. ഇവിടെ പരമ സുഖ. ടെസ്റ്റിന്റെ സംഭവം അതെന്താന്നറിയോ, എപ്പ വീട്ടിൽ പോവാന്ന് അറിയാൻ വേണ്ടി. അല്ല, അതിപ്പോ ഞാനല്ലോ പറഞ്ഞത്. നിങ്ങൾ ആരെ ട്രീറ്റ് ചെയ്യുന്നത്? കോയ ഡോക്ടറാണ്. അപ്പൊ എന്തിനാ വന്നത്? എന്താ അസുഖം? എന്താ? ഫുഡ് പോയിസൺ ആണ്. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ വേണമെങ്കിൽ ഒന്നുകൂടി കിടന്നിട്ട് നാളെയോ എപ്പോഴാ പോവാന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ലല്ലോ, നാളെ അപ്പോൾ ഡിസ്ചാർജ് ആവും. അപ്പൊ പൊക്കോളും. പക്ഷെ അതല്ല എന്താ അറിയോ, പിന്നെ എനിക്ക് 1-2 ടെസ്റ്റുകൾ ചെയ്താൽ കൊള്ളാന്നുണ്ട്. അല്ല, അത് അങ്ങനെ വേണമെങ്കിൽ ഡോക്ടർ പറയുമല്ലോ. അതെ, ഡോക്ടറൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പ്രശ്നമൊന്നും ഇല്ലാതാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഈ ഹാർട്ടിന്റെ ഒരു ടെസ്റ്റ് വേണം, പിന്നെ കിഡ്നിയുടെ ഒരു ടെസ്റ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ തലയുടെ എങ്ങനെ നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു. അല്ല, അത് നമുക്കിപ്പോ നമ്മുടെ ശരീരം നന്നായിരിക്കണമെങ്കിൽ നോക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. തലയുടെയാണ് അത്യാവശ്യമായിട്ട് നോക്കേണ്ടത്. അത് നോക്കണം, കുഴപ്പമൊന്നുമില്ല. അത് നമ്മള് ബില്ലടച്ചു കഴിഞ്ഞാൽ ലാബിൽ നിന്ന് ചെക്ക് ചെയ്യാമല്ലോ. പക്ഷെ അത് നമ്മുടെ ഒരു നിർബന്ധത്തിന് വേണ്ടി നോക്കിയതാണ് എന്നുള്ളത് വരരുത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്തത് എന്നുള്ളത് അതിനകത്ത് വരണം. അത്രേ ഉള്ളൂ. സാധാരണ പറയാൻ പാടില്ല, എന്നാലും ഞാൻ ഇപ്പോൾ സത്യശീലനം പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ തന്നെ ഡോക്ടറോട് കാര്യം പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം മൂത്രം പോകുന്നില്ല, ഇവിടെ ഭയങ്കര കടച്ചിലാണ് സാറേ, കിഡ്നിക്ക് എന്തോ പ്രശ്നം ഉണ്ട് തോന്നുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കിഡ്നി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സാർ അത് എഴുതി തരും. അപ്പൊ ഈ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം വയറ് വീർത്തുമ്പോൾ ശ്വാസം ശരിക്കും വലിച്ചാൽ കിട്ടുന്നില്ല, നെഞ്ചിടിപ്പ് കൂടണു, അതുകൊണ്ട് എനിക്ക് ആർട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ടെസ്റ്റ് എഴുതി തരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങണു, കണ്ണ് മഞ്ഞളിക്കണു, തലയ്ക്കൊരു പെരുപ്പ്, അതുകൊണ്ട് എന്തോ എന്റെ തലയ്ക്ക് പ്രശ്നമുണ്ട് സാറേ എന്ന് പറയുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്യാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ അത് എഴുതി തരും. അതെ, അതിന് ബുദ്ധിമുട്ടില്ല. ഇല്ലില്ല. അപ്പൊ അത് എഴുതി തരുമ്പോ ബില്ലടയ്ക്കുക, നമ്മളെല്ലാ ടെസ്റ്റും നടത്തുക, നമുക്കൊരു അസുഖം ഇല്ലാതെ ബോധ്യപ്പെടുക, സന്തോഷമായിട്ട് തിരിച്ചു പോവാം. അല്ല, പിന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ടെസ്റ്റുകൾ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയ്തു തരണല്ലോ. അതെ. അല്ല, ഈ കാശില്ലാത്തതുകൊണ്ടാണ് പലരും അത് ചെയ്യാത്തത്. നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം. എല്ലാ ടെസ്റ്റും നടത്തുന്നത് നല്ല. അതുപോലെ വൈഫിന് നമുക്കൊരു മൊത്തത്തിലൊരു നോക്കുന്നത് നല്ലതല്ലേ? ചെക്ക് ചെയ്യാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. അത് നിങ്ങളുടെ സൗകര്യം വിളിച്ചു. ആയിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ. ശരി. വേറെ ഭക്ഷണം ക്യാൻറ്റീനിൽ പറഞ്ഞാൽ ഇവിടെ എത്തിക്കുക. അതൊക്കെ അവര് കൊണ്ടുതരാണല്ലോ. ശരി. നിങ്ങൾക്ക് എന്താണ്? ഞാൻ ഒന്നുകൂടെ ഞാൻ ചോദിക്കാം, ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരാവശ്യമില്ലാത്ത കാര്യമല്ല. ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ എന്തിനാണ് പൈസ കളയണേ? കുട്ടി ഇത് ചെയ്ത് നോക്കിയാലല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയൂ. ഏതായാലും ഇവിടെ വന്നതാണ്, അപ്പൊ അതും കൂടെ ചെയ്ത് നോക്കിയാൽ എന്താ കുഴപ്പം? മലയാള മനോരമയുടെ പുതിയ കലണ്ടർ വന്ന്, ഇതൊന്നും അവിടെ തൂക്കി. നല്ല വെടിക്കെട്ട് പേപ്പറാണല്ലോ സാറേ ഇത്. അല്ലേ? വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ആർട്ട് പേപ്പർ അത്. മാത്രല്ല ഇപ്രാവശ്യത്തിൽ സകല വിവരങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ വീട്ടിലിരുന്നിട്ട് ബില്ലുകൾ ഓൺലൈൻ വഴി അടക്കൂലേ? ഇപ്പോ കറണ്ട് ബില്ല്, നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ബില്ല്, ഇതൊക്കെ എല്ലാ സംഗതികളെ കുറിച്ചും വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. വൈദ്യുതി ബില്ലിന്റെ ഓൺലൈൻ പിന്നെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷയെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഒരു കുടുംബത്തിന് വേണ്ട സകല വിവരങ്ങളും ഇതിലുണ്ട്. അവിടെ തൂക്കോ.
അവിടെ കിടക്കട്ടെ. എന്താ ആ പേപ്പറിന്റെ ഒരു ക്വാളിറ്റി നോക്ക്. ആ പിക്ചർ കാണുമ്പോ തന്നെ ഒരു അന്തസ്സില്ലേ? ഇപ്പോഴാണ് ഇതൊരു ഫ്രണ്ട് ഓഫീസ് ആയത്. അവിടെ കിടക്കട്ടെ. ബില്ലടക്കാനാ? ഡിസ്ചാർജ് ആണ്. ഓഹോ, സത്യശീലൻ അല്ലേ? അതെ. 16,300 രൂപ. അതെ. ഇത്രയും ടെസ്റ്റ് ഒക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു MRI സ്കാനും കൂടി നോക്കായിരുന്നു. MRIയോ? ആ, അയ്യോ, അപ്പൊ ആ കാര്യം പറഞ്ഞില്ലല്ലോ. സുധൻ സാർ പറഞ്ഞില്ല? ഇല്ല. ആ, ഇതും കൂടി ചെയ്യാറുണ്ട്. 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ ഒന്നും കൂടി അറിയാം. എന്നാ പിന്നെ അത് ചെയ്തിട്ട് പോയാ മതി. വേണ്ട വേണ്ട, അതെ, ഒന്നും വേണ്ട, ഞങ്ങൾ പോവാണ്. അല്ലാന്ന് അതും കൂടി ചെയ്തൂടെ? എന്തിന്റെ കേടും. നമ്മൾ എന്തായാലും ഇവിടെ വന്നാലും അല്ല, ഇന്ന് തന്നെ അതും കൂടി ചെയ്തിട്ട് ഒന്നിച്ച് ബില്ലാക്കാം. ഇപ്പൊ വേണ്ട, ഞങ്ങൾ നാളെ എങ്ങനെ വന്ന് ചെയ്യാം. ഈ പൈസ കൊടുത്തേ വേണം. അതാ 16,300. 16,300. മെഡിക്കൽ ഇൻഷുറൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാം. നമുക്ക് പൈസ വേണമെന്നില്ല. പൈസ ഉണ്ടല്ലോ. 16,300. അതെന്താ പുള്ളി നമ്മളോട് പറയാതിരുന്നത്? ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പറയാതിരിക്കില്ല. പുതിയ മെഷീൻ വന്നതാണേ. ആ, ഇപ്പൊ ഡിസ്ചാർജ് അവിടെ കാണിച്ചാ മതി. ശരി. ശരി. ഓക്കെ. ഇനി എപ്പോഴെങ്കിലും വരുമ്പോ ചെയ്യാതെ കുഴപ്പമില്ല. അതെ അതെ, ഇനിയിപ്പോ എപ്പോഴാ നോക്കാം. സവാള 20 കിലോ വരെ. 20 പോരാ, ഒരു 40 കിലോ ഇരിക്കും. ശരിയും ഞായറാണ് വരുന്നേ. 40 കിലോ വില കൂടി. ഉരുളക്കിഴങ്ങ് ഒരു 20 കിലോ ആയിരിക്കും. ഉരുളക്കിഴങ്ങ് 20 കിലോ കേട്ടെ. പൊടിന്റെ ഒക്കെ സീൻ എന്താ? മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഉണ്ടോ? മല്ലിപ്പൊടി ഇല്ല. മല്ലിപ്പൊടി ഇരിക്കും. അജിനാമോട്ട കുറച്ച് ഇരിക്കും. പിന്നെന്താ? മൈദ 2 ചക്കായിക്കോട്ടെ. സാർ ഇരിക്കി കഴിക്കാലോ. അയ്യോ വേണ്ട, കഴിക്കണില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചല്ലോ. സാറ് വൈഫായിട്ട് വന്നല്ലേ? അതെ, അന്ന് ബീഫാ കഴിച്ചതേ. നമ്മളെ ബെസ്റ്റ് ബീഫ്. പാർസൽ വേണോ? പാർസലൊന്നും വേണ്ട. ബീഫ് കഴിച്ചിട്ട് ഇവിടുന്ന് വീട്ടിൽ പോയി. വീട്ടിലെത്തിയ ഉടനെ അതേ വയറിന് ഭയങ്കര കംപ്ലൈന്റ്. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടോ? അതെ. സാർ പോണ വഴിക്ക് വേറെ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടാവും? വേറെ ഒന്നും കഴിച്ചില്ല. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അവര് നേരെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അതോ? അപ്പൊ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതിന്റെ പ്രശ്നമാണ്. ആ ബീഫ് പഴയ ബീഫാണ്, ഫുഡ് പോയിസൺ അടിച്ചാന്ന് അപ്പൊ ഡോക്ടർ പറഞ്ഞത്. ബീഫോ? ബെസ്റ്റ് ബീഫ് ആണല്ലേ സാറിന് കൊടുത്ത്? പിന്നെ അതല്ലാതെ വേറെ എന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് ഇതിനകത്തുണ്ട്. ഇപ്പൊ ബില്ലെല്ലാം കൂടെ 16,300 ഉറുപ്പ്യാണ് വന്നത്. അതിൽ 300 ഉറുപ്പ്യ പോട്ടെ, ബാക്കി 16,000 ഉറുപ്പ്യ നിങ്ങൾ എനിക്ക് തരണം. അത് വേണം. ₹16,000 സാറിന് അങ്ങോട്ട് തരണം അല്ലേ? അതെ. എണ്ണോ എണ്ണീതല്ലേ? അപ്പൊ എന്നാ ശരി. ശരി സാർ, വീണ്ടും ഒന്നുമില്ല. എന്ത് മണ്ടത്തരായി മുതലാളി കാണിച്ച് പൊട്ടനാ. വീട് ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയി 16,000 ചില്ലറ ഉറുപ്പ്യ നിങ്ങൾ കൊടുക്കാനാ? എന്ത് മണ്ടറാണ്. മിണ്ടരുത്, വിവരമില്ലാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കരുത് കേട്ടോ. അയാള് പോയി കേസ് കൊടുത്തുള്ള സ്ഥിതി എന്താണെന്നറിയോ? പത്രത്തിൽ നാളെ വാർത്തയാവും. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഹോട്ടൽ പൂട്ടിക്കും. നഷ്ടപരിഹാരം ഇതിന്റെ ഇരട്ടിന്റെ ഇരട്ടി ഞാൻ കൊടുക്കേണ്ടി വരും. അന്റെ പണി പോവും, ഞാൻ കുത്തുവാളെടുക്കും. ഇതൊക്കെ വേണോ? എന്താ മാണ്ടിയെന്നറിയോ? ആ പഴയ ബീഫും പഴയ സാധനങ്ങളും മുഴുവൻ എടുത്ത് മാറ്റുക. ഇനി ഒരു മനുഷ്യനെ കൊണ്ട് തീറ്റിക്കരുത്. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.